ഫെമിനിസം എന്ന് പറയുന്ന ആശയം വളരെ വ്യക്തമാണ്. അതായത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശങ്ങൾ വേണമെന്ന് വാദിക്കുന്ന ഒരു ആശയമാണ് ഈ പറയുന്ന ഫെമിനിസം എന്ന് പറയുന്നത്. ഇന്നത്തെ മോഡേൺ ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷ വിരോധമാണ് അവർ പറയുന്നത്. ഒരാണ് ഒരു പെണ്ണിനെ കൂട്ടിലടയ്ക്കാതെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബത്തെ നല്ലൊരു മാതൃക കാണിച്ച് നയിക്കുന്നുണ്ട്. അവരുടെ മക്കൾക്ക് അയാളൊരു റോൾ മോഡലായിട്ട് ജീവിച്ച് കാണിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവർക്കൊരു ദിശയുണ്ട്. അവരുടെ ആശയങ്ങളും അവരുടെ വ്യക്തതയൊന്നും മൂഡ് സ്വിങ്ങിനൊന്നും ബാധിച്ചല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റീസുള്ള, നട്ടലുള്ള, ഡയറക്ഷനുള്ള, മൂല്യമുള്ള ആണുങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന പുരുഷ വിരോധമുള്ള പെണ്ണുങ്ങൾക്ക് നിയന്ത്രിക്കാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം ടോക്സിക്കാവും. കാരണം ഒരു ശക്തനായ ആണിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി എന്ന് പറയുന്നത് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ബൗണ്ടറി അല്ല. എൻ്റെ തോന്നിവാസമാണ് ഫ്രീഡം എന്ന് പറയുമ്പോൾ അയാൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ മോഡേൺ ഫെമിനിസത്തിനെ പിന്താങ്ങുന്ന പെണ്ണുങ്ങൾ ഈ പറയുന്ന വ്യക്തികളെ ടോക്സിക് എന്ന് പറയും, അല്ലെങ്കിൽ കൺട്രോളിങ് എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കൺട്രോളിങ് അല്ല. അത് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്, ഒരു സ്റ്റെബിലിറ്റിയാണ്, ഒരു ക്ലാരിറ്റിയാണ്. അത് ഒരു ഡയറക്ഷനാണ്. ഒരു ബൗണ്ടറി ഇല്ലാതെ തോന്നിയ പോലെ നിങ്ങളുടെ കൺവീനിയൻസിൽ ജീവിക്കാനുള്ള ഒരു ആണിനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് വീക്കായിട്ടുള്ള ആണുങ്ങളെയാണ്. സ്വന്തമായിട്ട് തീരുമാനമില്ലാത്ത, സ്വന്തമായിട്ട് ആശയങ്ങളില്ലാത്ത, സ്വന്തമായിട്ട് മൂല്യങ്ങളില്ലാത്ത, സ്വന്തമായി ഒരു ഡയറക്ഷൻ ഇല്ലാത്ത വീക്കായിട്ടുള്ള ആണുങ്ങളെയാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആണുങ്ങൾ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ സൗകര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തോന്നിവാസം ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വീക്കായിട്ടുള്ള ആണുങ്ങളെയാണ് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും താല്പര്യമുള്ളത്. കാരണം അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ആണുങ്ങൾ വന്നു കഴിയുമ്പോൾ അവരെ ഒരു വ്യക്തിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ താഴെയിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫെമിനിസം ഒക്കെ ഇറക്കിയിട്ട് കൺട്രോളിംഗ് ആണ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അവരെ അടിച്ചമർത്താൻ നോക്കാൻ പറ്റും. നോട്ട് പോസിബിൾ.